ആഷിക നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചാനലാണ് മറുനാടൻ. നമ്മളെ സംബന്ധിച്ച് അതിൽ വരുന്ന ഏറ്റവും പുതിയ പുതിയ അപ്ഡേഷനുകൾ മാറ്റങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇന്നലെ ഒരു മിഡ് നൈറ്റോടു കൂടി ബ്രേക്കിംഗ് ആയി മലയാള മാധ്യമങ്ങൾ അവതരിപ്പിച്ച ഒന്നായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് മാത്രമല്ല അത് കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ഓഫീസാണ് ഇത് അറിയിച്ചത് എന്ന് അവർ വ്യക്തമാക്കി പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യമില്ല. ആ വാർത്ത തെറ്റാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ പുതിയ ഡേറ്റ് ഉടൻ തന്നെ നിർണ്ണയിക്കണം, ആ ഡേറ്റ് ഏതാണെന്ന് ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്ത ഹർജിയുടെ കോപ്പി അത് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്വന്തം ഐഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും ഇവിടെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് റദ്ദാക്കിയെന്ന രീതിയിലൊരു വധശിക്ഷ റദ്ദാക്കിയെന്ന രീതിയിലൊരു വാർത്ത വരുന്നത്. ഇന്ന് പൂർണ്ണമായും അത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി അത് തള്ളിയിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ ചർച്ചകൾ നടക്കുന്നത് ചില ഗോത്ര നേതാക്കന്മാരും അതുപോലെ തന്നെ ചില മതപണ്ഡിതന്മാരുമായിട്ടൊക്കെയാണ്. നമ്മൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം ചർച്ചകൾ നടത്തുന്നത്. ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ശരീഅത്ത് വിധി പ്രകാരം ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച ചെയ്തു. അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. അത് അറിഞ്ഞ ഉടനെ തന്നെ പല മാധ്യമങ്ങളും വധശിക്ഷ റദ്ദാക്കി എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് കൃത്യമായി തലാലിന്റെ സഹോദരനിലേക്ക് എത്തുകയും അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ വരെ ഇത് ഇടയാക്കുകയുണ്ടായി. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വന്ന് പറഞ്ഞു, ഇത് തീർത്തും വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത്, ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തു. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയെ അവിടെ സംരക്ഷിക്കുന്നതും അവിടെ വീട് കൊടുത്ത് താമസിപ്പിച്ചിരിക്കുന്നതും സാമുവൽ ജെറോം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹവും ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു, വധശിക്ഷ റദ്ദാക്കുന്ന ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ പലരും തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അത് ഈ തലാലിന്റെ സഹോദരനെ പ്രകോപിപ്പിക്കാൻ വരെ ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് നിർത്തണമെന്ന്. നമ്മൾ എന്തിനാണ് ഈ ആവേശം കാണിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ സത്യാവസ്ഥ നോക്കി പതുക്കെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് രണ്ട് സൈഡ് നോക്കിയല്ലേ വാർത്ത കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഉറപ്പായും എൻ്റെ ഒരു സഹോദരനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിയാണ് മരിച്ചു കിടക്കുന്നത്, ഞാനാണ് മാപ്പ് കൊടുക്കേണ്ടത് എങ്കിൽ, ഞാൻ ആ വിഷയം അറിയ പോലും ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഉറപ്പായും എനിക്ക് ദേഷ്യം വരും. അതുതന്നെയാണ് ഈ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനിലും ഇന്നലെ കണ്ടത്. അങ്ങനെ നമ്മളുടെ വാർത്ത മൂലം അദ്ദേഹം എടുക്കാൻ വെച്ച ഒരു തീരുമാനം മാറിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ അതൊരു ജീവനെ തന്നെ ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരൻ ഇതെല്ലാം പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരനാണ് കൊല്ലപ്പെടുന്നത്, അത് മൃഗീയമായാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് മനസ്സലിവ് തോന്നണം. അതായത് ഇത് താൻ ചെയ്തതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയോട് മാപ്പ് നൽകേണ്ടതുണ്ടോ എന്നത് അയാളുടെ മാത്രം നിർണയ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞ വിഷയക്കാരെ അതെല്ലാം അവിടെ എത്തുന്നുണ്ട്. എന്ന് നോക്കൂ, സോഷ്യൽ മീഡിയ എന്നുള്ളത് വിരൽത്തുമ്പിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചെല്ലാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാർത്തയിൽ നമുക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ കാന്തപുരം കൂടി പ്രതിയാകപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലേ. അതായത് കാന്തപുരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിൻ്റെ ഓഫീസാണ് ഇത് ഔദ്യോഗികമായി അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ടാണ് വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസത്തിന് തൊട്ട് മുൻപ് തന്നെ വധശിക്ഷ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ വലിയ നിർണായകമായ ഇടപെടലാണ്. ഞാൻ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ വളരെയധികം മാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിനോട് പൂർണ്ണമായും ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു തെറ്റായ വാർത്തയായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ കാന്തപുരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വൃത്തങ്ങൾ പുറത്തുവിട്ടത് എന്നതും ഒരു സംശയാസ്പദമായ സാഹചര്യം ഇല്ലേ ശരിക്കും? അവിടെ നമുക്ക് മലയാള മാധ്യമങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റും. അവർക്ക് ഒഫീഷ്യൽ അപ്പോൾ ഒരു പോലീസുകാരൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർക്കാർ വൃത്തം പറയുന്നത്, അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ഒരു ഓഫീസ് നമ്മളൊരു ഇൻഫർമേഷൻ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ റിലയബിൾ ആണെന്നാണ് നമ്മൾ ധരിക്കുക.
അല്ലേ? അതിൽ പ്രതീക്ഷ അർപ്പിച്ചോ അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ചുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ അത് ബ്രേക്ക് ചെയ്യുന്നത്. അവിടെ അതിന് ഇൻ ബിറ്റ്വീൻ ആ വാർത്ത കൈമാറിയതിൽ അല്ലെങ്കിൽ ചർച്ച പുരോഗമിക്കുകയാണെന്നാണോ പറഞ്ഞത്? കാര്യം അദ്ദേഹം എക്സാക്ട്ലി എന്താണ് ഒഫീഷ്യൽ ഡിക്ലറേഷൻ ചെയ്തെന്ന് നമുക്കറിയില്ല. ബ്രേക്ക് ചെയ്ത മാധ്യമങ്ങൾ റദ്ദാക്കിയതാണ്. പിന്നെ ഒരു എന്താ പറയുക, ഒരു റേറ്റിങ്ങിൻ്റെ ഭാഗമായാണോ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവരും വന്നത് എന്താണെന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു കാന്തപുരത്തിൻ്റെ ഓഫീസിനും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അത്തരം ഒരു റദ്ദാക്കി എന്ന വാർത്ത കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റു മാധ്യമങ്ങൾ, മുൻനിര മാധ്യമങ്ങൾ അടക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു മാധ്യമം മാത്രമാണ് റദ്ദാക്കി എന്ന രീതിയിലുള്ള വാർത്ത കൊടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റെല്ലാ മാധ്യമങ്ങളും റദ്ദാക്കാൻ ആലോചനകൾ പുരോഗമിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായ ഒരു ഓഫീസിൽ നിന്ന് വരികയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചേനെ. പക്ഷേ അതൊരു സംശയത്തിൻ്റെ നിഴലിലൂടെയാണ് മറ്റു മാധ്യമങ്ങൾ കൊടുത്തത്. ഒരു പ്രത്യേക മാധ്യമം മാത്രം കൃത്യമായി റദ്ദാക്കി എന്ന വാർത്ത കൊടുക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉറപ്പായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷന് വേണ്ടി ചിലപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഗോത്ര നേതാക്കളും അതുപോലെ തന്നെ സൂഫി പണ്ഡിതന്മാരുമായിട്ടൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്. അവരുമായിട്ടുള്ള ചർച്ചകൾ പോസിറ്റീവ് ആയാൽ പോലും ആ കുടുംബം എത്രത്തോണ്ട് മാപ്പ് കൊടുക്കുന്നു എന്ന രീതിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ശരിയത്ത് നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ സഹോദരന് വലിയ പങ്കാണ് അതിലുള്ളത്. അതുകൊണ്ട് സഹോദരൻ്റെ മാപ്പ് എന്ന് പറയുന്നത് അതിനിർണായകം തന്നെയാണ്. കുടുംബത്തിൽ ഇപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അച്ഛൻ, അമ്മ, അത് കഴിഞ്ഞാൽ പിന്നെ സഹോദരൻ, സഹോദരി എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് സർക്കിളാണ്. അവരാണ് ഏറ്റവും കൂടുതലായി ഇതിന് മാപ്പ് കൊടുക്കേണ്ടത്. മറ്റുള്ളവരുടെ പിന്നെ സെക്കൻഡറി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സഹോദരൻ്റെ മാപ്പ് അതിനിർണായകം തന്നെയാണ്. ഇപ്പോൾ സൂഫി പണ്ഡിതന്മാരെല്ലാം ക്ഷമിച്ചാൽ പോലും, ഈ യമൻ ഭരണകൂടം മുഴുവൻ മാപ്പ് നൽകാമെന്ന് തീരുമാനിച്ചാൽ പോലും ആ സഹോദരൻ്റെ മാപ്പ് അതിനിർണായകമാണ്. അപ്പോൾ അതിലേക്കുള്ള വഴികളാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തായി ചർച്ചകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. വധശിക്ഷ റദ്ദാക്കുന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന വാർത്ത വന്നാൽ പോലും ചില എന്താ പറയുക, ആദ്യം ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള റദ്ദാക്കി എന്ന രീതിയിലുള്ള കൊടുക്കലുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. നമ്മുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു വീഴ്ചയാണോ ഇവിടെ സംഭവിച്ചത് എന്ന് കൂടി എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. എന്ത് സ്റ്റേറ്റ്മെൻ്റാണ് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് മനസ്സിലായാൽ മാത്രമാണ്. ഒഫീഷ്യലായിട്ട് ഒരു മാധ്യമത്തിന്റെ മുന്നിലും ഒരാളും അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറുപടി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്. സംയമനം പാലിക്കുക. ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കല്ല, നിശബ്ദമായ ഇടപെടലുകളാണ് ആവശ്യം. ഈ പ്രകോപനപരമായ ഒരു കാര്യവും ഉണ്ടാവേണ്ടതില്ല എന്ന് തന്നെ നിലപാട് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞു. ഇത് വളരെ സെൻസിറ്റീവായ കേസാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഒരു ഉറപ്പായ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം അല്ലാതെ ഒന്നും വിട്ടു പറയാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും. ഇപ്പോൾ ഒരു വാർത്ത നമ്മൾ അറിയുകയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു വ്യക്തത വരാതെ, അത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ പോലെ തന്നെ അതിലൊരു വ്യക്തത വരാത്തത് കൊണ്ട് ഇതുപോലെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാം. റദ്ദാക്കി എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായും അത് സത്യസന്ധമാണ് എന്ന് ഉറപ്പാക്കി മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ജീവനാണ് മറ്ററ്റത്തുള്ളത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്.